കൂട്ടിനകത്ത് അംഗങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ അരിക്കലത്തിലെ അരിമണികളുടെ എണ്ണവും കൂടി. ഇത് മാത്രം പോരാ, കുറച്ച് പുല്ലുകൂടി അരിഞ്ഞു കൊണ്ടുവരണമെന്നും പറഞ്ഞ് കൊട്ടയെടുത്തപ്പോഴാണെങ്കിൽ പൊട്ടിയും പൊളിഞ്ഞും ഇരിക്കുന്നു ചെറുതായിട്ട്. ബാക്കി മാന്തി പൊളിക്കാൻ ആളുമുണ്ട്. ഓ, ഇനിയിപ്പോൾ ഒരെണ്ണം വാങ്ങിക്കൊണ്ടുവരണമല്ലോ എന്ന് പറഞ്ഞ് തീർന്നതിന് മുമ്പേ തന്നെ അമ്മ പോയി ഒരു പച്ചോല കുത്തിക്കൊണ്ടുവന്ന് നടുവേ കയറി ഓല മടയാൻ തുടങ്ങി. ഈ പച്ചോല കൊണ്ടുണ്ടാക്കുന്ന കൂട്ടയ്ക്ക് ഒരുപാട് കാലമൊന്നും ഇവനെ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ചു കാലം ഇവനെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചപ്പ് വാരിയിട്ട് തീയിട്ട് കത്തിക്കാം. കൊട്ടയൊക്കെ മടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ചന്തം കണ്ട് ഞങ്ങൾ പോയി പുല്ലരിയാന്നായി. ഒരു അരിവാൾ കത്തിയും കൊട്ടയായിട്ട് അങ്ങ് ഇറങ്ങി. പിന്നെ കൂട്ട എത്രത്തോളം നിറയുന്നുള്ള കാര്യം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അരിവാൾ കത്തിയും കൊട്ടയും തിരികെ പോയി. കത്തി ശരിയായ ആളുടെ കൈ കിട്ടിയപ്പോൾ സ്പീഡാണ് ഇപ്പൊ കാണുന്നത്. മീൻ വാങ്ങാനാണേലും പുല്ലരിയാനാണേലും പുറത്തെങ്ങോട്ടാണേലും വാല് പോലെ പുറകെ പോകുന്ന 2 ബോഡി ഗാർഡുണ്ട് അമ്മയ്ക്ക്. ചോട്ടും ബബുലും എങ്ങോട്ട് പോയി കഴിഞ്ഞാലും പുറകെ കാണും. അങ്ങനെ ഇളം പുല്ലൊക്കെ അമ്മണിയുടെ മുന്നിൽ ഇട്ടു കൊടുത്തപ്പോ കിട്ടിയ ഉടനെ തന്നെ അവള് ചവച്ചരച്ചു തുടങ്ങി. ഇതുവരെ പാല് മാത്രം കുടിച്ചോണ്ടിരുന്ന നമ്മുടെ കുഞ്ഞുണ്ണീസുകള് മെല്ലെ വന്ന ഓരോ ഇലകൾ കടിക്കാനും പതിയെ പതിയെ അവർ ഷാപ്പിടാനും തുടങ്ങി. അങ്ങനെ അവരുടെ ചോറുണൽ ചടങ്ങും ഇന്ന് കഴിഞ്ഞു.